ഹരിയാനയിൽ വലിയ കുതിപ്പ് നടത്തുന്നു BJP. തികച്ചും അപ്രതീക്ഷിതമായ മുന്നേറ്റമെന്ന് ആദ്യ മണിക്കൂറിലെ ഫലസൂചനകളിൽ നിന്ന് ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ കൃത്യമായി വിലയിരുത്താനാകുന്ന അവസ്ഥയാണ്. ഇത്തവണയും ഞങ്ങൾ ജയിക്കും, ഹാട്രിക് വിജയം നേടും, അപ്പോൾ കോൺഗ്രസ് EVM-നെ കുറ്റം പറയുമെന്ന് ഹരിയാനയുടെ മുഖ്യമന്ത്രി പറഞ്ഞത് വെറുതെ അല്ലെന്ന് തോന്നിപ്പിക്കുന്ന സമയമാണിത്. 47ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു, 36ഇടത്ത് കോൺഗ്രസ്, 7ഇടത്ത് സ്വതന്ത്രർ. JJP ഇതുവരെയും ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. അതേസമയം INLD 2 സീറ്റിൽ മുന്നിലാണ് താനും. കശ്മീരിലേക്ക് വന്നാലും BJP മുന്നേറ്റം നടത്തുന്നുണ്ട്. കൃത്യമായ ചുവടുവെപ്പ് കശ്മീർ മേഖലയിൽ പോലും BJPക്ക് നടത്താനാകുന്നു എന്നത് ഈ ജനകീയ വോട്ടെടുപ്പിൻ്റെ പ്രതിഫലനമാണ് എന്ന് ഓർമ്മ വേണം. 28ഇടത്ത് BJP, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 48ഇടത്ത്, PDP 4ഇടത്ത്, മറ്റുള്ളവർ 10ഇടത്ത്. 5 നോമിനികൾ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കശ്മീരിൽ പോലും BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വേരോട്ടം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പ്രമുഖർ പലരും പിന്നിലാണ്. വിനേഷ് ഫോഗട്ട് ഗോദയിൽ BJPയെ മലർത്തിയടിക്കുമെന്ന വിലയിരുത്തലുകൾ പലയിടത്തു നിന്ന് നമ്മൾ കേട്ടു. പക്ഷേ ഇപ്പോൾ വിനേഷ് ഫോഗട്ട് പിന്നിലാണ്. കൃത്യമായി BJPയുടെ മുന്നേറ്റം തന്നെയാണ് ഹരിയാനയിൽ കാണുന്നത്. ഒരു ഘട്ടത്തിൽ 60-20 എന്ന ഘട്ടത്തിൽ പിന്നിലായിരുന്ന BJP വലിയ കുതിപ്പാണ് നടത്തിയത്. ജമ്മു കാശ്മീരിൽ അവിടെയും BJP കൃത്യമായ ചുവടുറപ്പിക്കുന്നു. ഗൗതമിലേക്ക് വീണ്ടും. ഗൗതം, 48ഇടത്ത് കോൺഗ്രസ് NC സഖ്യം മുന്നിലാണ്, പക്ഷേ BJP 28ഇടത്ത്. ആദ്യം അറിയേണ്ടത് കശ്മീർ താഴ്വരയിൽ എത്ര മുന്നേറ്റമുണ്ടാക്കി BJP എന്നാണ്. ഗൗതം. കൃഷ്ണരാജ, കശ്മീർ മേഖലയിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നത്. നമുക്കറിയാം, കശ്മീർ മേഖല BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്. 47 നിയമസഭാ സീറ്റുകളാണ് ഈ കശ്മീർ താഴ്വരയിൽ ഉള്ളത്. അതിൽ ഒരു സീറ്റിൽ മാത്രമേ BJP ലീഡ് ചെയ്യുന്നുള്ളൂ. കശ്മീർ മേഖലയിൽ 19 സീറ്റിലാണ് BJP ആകെ മത്സരിച്ചത് തന്നെ. BJPയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പരമ്പരാഗത ശക്തി കേന്ദ്രം ജമ്മു മേഖലയാണ്. ഹിന്ദു ഭൂരിപക്ഷമായ ജമ്മു മേഖലയിൽ BJP നിർണായക ശക്തിയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാറുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമ്മു മേഖലയിലെ 2 സീറ്റിലും BJP തന്നെയാണ് വിജയിച്ചത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജമ്മു റീജിയണിലെ 43-ൽ 27 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ 11 സീറ്റിൽ കോൺഗ്രസ് NC സഖ്യം ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ജമ്മു ബെൽറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെ എന്ന് വേണം ഇതിലൂടെ വ്യക്തമാക്കുവാൻ. ആകെ ജമ്മു കശ്മീർ നിയമസഭയുടെ ഫലം പരിശോധിക്കുമ്പോൾ 90 അംഗ ജമ്മു കശ്മീർ നിയമസഭയിൽ 48 സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് തുടരുകയാണ്. 28 സീറ്റിലാണ് BJP ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുന്നത്. 4 സീറ്റുകളിൽ മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഏതാണ്ട് 10 സീറ്റുകളിൽ മറ്റുള്ളവരും ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 28 സീറ്റിന് അടുത്തെത്തിക്കഴിഞ്ഞാൽ സർക്കാർ തങ്ങൾ രൂപീകരിക്കും എന്ന് തന്നെയാണ് BJP ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ BJPയുടെ അംഗബലം 28 എന്ന നിലയിലേക്ക് ലീഡ് നില എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ 28-നൊപ്പം 5 നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ BJP സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലോർ ടെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 5 നോമിനേറ്റഡ് അംഗങ്ങൾ ഇനിയും BJPയെ പിന്തുണയ്ക്കും. കാരണം പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവരുടെ പ്രതിനിധിയായ ഒരാൾ, കശ്മീരി പണ്ഡിറ്റുകളുടെ 2 പ്രതിനിധികൾ, ഒപ്പം 2 വനിതകൾ, അങ്ങനെ 5 നോമിനേറ്റഡ് അംഗങ്ങളാണ്. ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 5 അംഗങ്ങളുണ്ട്. അവർക്ക് വോട്ടവകാശം തീർച്ചയായും നിയമസഭയിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു 28-നും 30-നും ഇടയിൽ സീറ്റുകൾ BJPക്ക് ലഭിച്ചാൽ 5 നോമിനേറ്റഡ് അംഗങ്ങൾ കൂടിയാകുമ്പോൾ അത് 35 ആകും. ബാക്കി ഏതാണ്ട് 12 സീറ്റാണ് പിന്നീട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അത് നമുക്ക് ഈ അതേഴ്സിൽ കാണാൻ സാധിക്കുന്നു. അതായത് ജമ്മു കശ്മീരിലെ പ്രാദേശിക പാർട്ടികൾ, ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ്, അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ അപ്നി പാർട്ടി, ഇങ്ങനെയുള്ള ചില പ്രാദേശിക കക്ഷികൾ ഏതാണ്ട് 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും BJP ജമ്മു കശ്മീരിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ സഖ്യമായി നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്നിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാണ്. ഗൗതം, അതായത് നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് ഈ 28 എന്ന BJPയുടെ സംഖ്യ.
കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് 25-ന് മുകളിലേക്ക് സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയായിരുന്നു റാം മാധവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുഴുവൻ പയറ്റിയത് ജമ്മു കാശ്മീരിൽ റാം മാധവാണ്. RSSന്റെ പ്രചാരകനായ റാം മാധവ് 2014 മുതൽ 2017 വരെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ആ ഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റിന്റെയും ജമ്മു കാശ്മീരിന്റെയും ചുമതല വഹിച്ചിരുന്നത് റാം മാധവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളിലൂടെ ജമ്മു കാശ്മീരിൽ ആദ്യമായി BJPയുടെ സർക്കാർ വന്നത്. നമുക്കറിയാം 2014 25 സീറ്റുകൾ നേടി രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി BJP മാറിയപ്പോൾ 28 സീറ്റുള്ള PDPയുമായി സഖ്യം ചേർന്നുകൊണ്ട് BJPയുടെ സർക്കാർ ആദ്യമായി ജമ്മു കാശ്മീരിൽ അന്ന് അധികാരത്തിൽ വന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം മെഹബൂബ മുഫ്തിക്കും PDPക്കുമായിരുന്നുവെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് BJPയുടെ നിർമ്മൽ സിംഗിനെ പോലുള്ള നേതാക്കളൊക്കെ അന്ന് വന്നതാണ്. പിന്നീട് ആ സഖ്യം തകർന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും റാം മാധവ് ഇരുന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്ത് സർക്കാരിന്റെ ഭാഗമാകുവാനും നിർണായക ശക്തിയാകുവാനും BJPക്ക് സാധിച്ചു. അതേ റാം മാധവിനെ തന്നെ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP തിരിച്ചു വിളിക്കുകയായിരുന്നു. കാരണം 2014 മുതൽ 17 വരെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി BJPയുടെ ജനറൽ സെക്രട്ടറിയായി കശ്മീരിന്റെയും നോർത്ത് ഈസ്റ്റിന്റെയും ചുമതല വഹിച്ച ശേഷം പിന്നീട് RSSലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി. കാരണം റാം മാധവ് RSSന്റെ പ്രചാരകനാണ്. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകാരി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും റാം മാധവിനെ RSSൽ വീണ്ടും BJPയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലും ജമ്മു കാശ്മീരിൽ BJPയുടെ തന്ത്രങ്ങൾ മെനഞ്ഞത് റാം മാധവ് തന്നെയാണ്. റാം മാധവ് ചൂണ്ടിക്കാണിച്ചത് 25 എന്നൊരു നമ്പറിലേക്ക് BJP എത്തുകയാണെങ്കിൽ തീർച്ചയായും കശ്മീരിൽ BJPയുടെ സർക്കാരാകും അധികാരത്തിലെത്തുക എന്നതാണ്. ഇത് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ ജമ്മു കാശ്മീരിന്റെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം BJP 28 സീറ്റുകളിൽ ലീഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 27 സീറ്റ് ജമ്മു മേഖലയിലും ഒരു സീറ്റ് കശ്മീരിലുമാണ്. കശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസ് വലിയ ആധിപത്യം നേടുന്നുണ്ട്. 37 സീറ്റുകളാണ്. ഇനി നമ്മൾ ഈ സഖ്യമല്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സീറ്റുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ കോൺഗ്രസിന് ഹരിയാനയിൽ മാത്രമല്ല ജമ്മു കാശ്മീരിലും ഞാൻ അതിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഗൗതം, കഴിഞ്ഞ തവണ അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് ജനാധിപത്യ പ്രക്രിയയിൽ 12 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ എവിടെയാണ്? നാഷണൽ കോൺഫറൻസിനെ കൂട്ടുപിടിച്ച് ഞങ്ങളുണ്ട് സർക്കാർ രൂപീകരിക്കാനെന്നും കോൺഗ്രസ് ആണ് മുന്നിലെന്ന് മറ്റു മാധ്യമങ്ങൾ ഉറക്കെ പറയുമ്പോഴും കോൺഗ്രസ് 12-ൽ നിന്ന് എവിടേക്ക് പോയി? കൃഷ്ണരാജ്, കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ജമ്മു കാശ്മീരിലും ഏറ്റിരിക്കുന്നത്. ഹരിയാനയിലെ കനത്ത തിരിച്ചടിയുടെ ആഘാതം അവിടെ നിന്നും നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജമ്മു കാശ്മീരിലും കോൺഗ്രസിന് തിരിച്ചടിയാണ്. കേവലം 8 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. നമുക്കറിയാം പല മാധ്യമങ്ങളും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം എന്നാണ് പറയുന്നത്. പക്ഷേ അത് തിരുത്തി പറയണം. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാണ്. കാരണം നാഷണൽ കോൺഫറൻസ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയും അവരുടെ കൂടിയിരിക്കുന്ന ഒരു കക്ഷിയുമാണ് കോൺഗ്രസ്. അതിനാൽ ആ രീതിയിൽ വേണം കൃത്യമായി തന്നെ അതിനെ നോക്കിക്കാണാൻ. കോൺഗ്രസിന് അവിടെ 8 സീറ്റുകളിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം കമ്മീഷന്റെ ലീഡുകൾ ഒന്ന് വായിക്കാം. 39 സീറ്റിൽ നാഷണൽ കോൺഫറൻസ് ലീഡ് ചെയ്യുകയാണ്. ഒമർ അബ്ദുള്ളയുടെയും ഫറൂഖ് അബ്ദുള്ളയുടെയും നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് 39 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിനായി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലീഡ് നിലയാണ്. ഇതിൽ കൂടുതലാണ് നമ്മൾ ഔദ്യോഗിക സ്ക്രീനിൽ കാണിക്കുന്ന ലീഡ് നില. എങ്കിൽ പോലും കമ്മീഷൻ ഔദ്യോഗികമായി പറയുന്നതാണ്. അത് ഓരോ പാർട്ടികളുടേതായി വായിക്കാം. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് 39 സീറ്റ്, BJP 28 സീറ്റ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമെന്നത്. BJP സഖ്യമില്ല, ഒറ്റയ്ക്കാണ് 28 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. അതായത് 10 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി BJP ജമ്മു കാശ്മീരിൽ മാറുന്നു. ജമ്മു റീജിയനിലെ ഏറ്റവും വലിയ കക്ഷിയായി BJP മാറുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സീറ്റ് നേരത്തെ സൂചിപ്പിച്ചു. കേവലം 8 സീറ്റിൽ മാത്രമാണ്. 2014 അവർക്ക് 12 സീറ്റിൽ MLA-മാരുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേവലം അത് 8 സീറ്റായി ചുരുക്കിയിരിക്കുന്നു. ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടേതാണ് കനത്ത തിരിച്ചടി. അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായിരുന്ന മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളിൽ വിജയിച്ചിരുന്ന PDP ഇപ്പോൾ കേവലം 4 എന്ന ഒരു ചുരുങ്ങിയ സംഖ്യയിലേക്ക് എത്തുകയാണ്. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം. ഒന്ന് നാഷണൽ കോൺഫറൻസും മറ്റൊന്ന് PDP
തുടരുകയുമാണെങ്കിൽ PDPയുടെ ജമ്മു കശ്മീരിലെ പ്രതാപം ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്നു എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് 4 സീറ്റിൽ മാത്രമായി മെഹബൂബയുടെ പാർട്ടിയുടെ ലീഡ് ഒതുങ്ങുന്നുണ്ട്. 2 സീറ്റുകളിൽ ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ലീഡ് ചെയ്യുകയാണ്. അത് സജാദ് ലോണി എന്ന ജമ്മു കശ്മീരിലെ ഒരു പ്രാദേശിക നേതാവിന്റെ പാർട്ടിയാണ്. 2 സീറ്റുകളിൽ സജാദ് ലോണി നേതൃത്വം നൽകുന്ന ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ലീഡ് ചെയ്തു. 8 സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നുണ്ട്. CPIM-ന് നമുക്കറിയാം അവിടെ ഒരു സിറ്റിംഗ് സീറ്റുണ്ട്. വർഷങ്ങളായി തന്നെ യൂസഫ് തരിഗാമി CPIM-ന്റെ ഒരു MLA ആണ്. കുൽഗാം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ 4 ടേമായി യൂസഫ് തരിഗാമി വിജയിക്കുന്നത്. ആ ഒരു സീറ്റ് മാത്രം CPM അവരവിടെ ലീഡ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും 2 പാർട്ടികൾ, ഒന്ന് BJP-യും മറ്റൊന്ന് നാഷണൽ കോൺഫറൻസുമാണ്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു പല വിഘടനവാദ സംഘടനകളുമായി ഉൾപ്പെടെ സഖ്യത്തിലായിരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് 39 സീറ്റുകൾ നേടുന്നു. അതും സഖ്യമാണ്. പക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ച BJP കരുത്ത് തെളിയിച്ച് 28 എന്ന നമ്പറിൽ എത്തി നിൽക്കുന്നു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 MLA-മാരാണ് BJP-ക്ക് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ 28 എന്നൊരു നമ്പറിലേക്ക് BJP ഈ ഘട്ടത്തിൽ ജമ്മു കശ്മീരിൽ എത്തുകയാണ്.